Good morning. In today's session, we are going to see the topic database modification. In the last session, we have already seen the log record. The log record mainly contains the status of the transaction modification. It is a sequence of record which records all the activities in the database, that is known as a log. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ലോഗിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ മോഡിഫിക്കേഷൻ വരുത്തുന്നത്. എ ട്രാൻസാക്ഷൻ ക്രിയേറ്റ്സ് എ ലോഗ് പ്രയോർ ടു ദ മോഡിഫൈങ് ദ ഡാറ്റാബേസ് മോഡിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ദേ വിൽ ക്രിയേറ്റ് ദ ലോഗ്. ഓക്കെ, ലോഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ലോഗിനകത്തൊരു വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലോഗിനകത്ത് പഴയ വാല്യൂ എന്തായിരുന്നു, പുതിയ വാല്യൂ എന്താണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ലോഗിനകത്തുണ്ട്. ലോഗ് എന്തിനാണ് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് എനി ഫെയിലിയർ വി ക്യാൻ റിട്രീവ് ദ ഓൾഡ് വാല്യൂ ഫ്രം ദിസ് ലോഗ് റെക്കോർഡ്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ ലോഗ് റെക്കോർഡ് അലൗസ് ദ സിസ്റ്റം ടു അൺഡു ദ ചേഞ്ചസ് മെയ്ഡ് ബൈ ദ ട്രാൻസാക്ഷൻ ഇഫ് ഇറ്റ് ഗെറ്റ്സ് അബോർട്ടഡ്. അതാണ് പറഞ്ഞത്. ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ആണെങ്കിൽ ഈ ലോഗ് റെക്കോർഡ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ചേഞ്ചസ് അൺഡു ചെയ്യുന്നത്. ചേഞ്ചസ് അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. അതാണ് അൺഡു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺഡു ചെയ്യണമെങ്കിൽ വി റിക്വയർ ദ ഓൾഡ് വാല്യൂ. അപ്പോൾ ആ ഓൾഡ് വാല്യൂ നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? ഫ്രം ദ ലോഗ് റെക്കോർഡ്. അതാണ് ഈ ലോഗ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷൻ മോഡിഫിക്കേഷൻ വന്നാലും അറ്റ് ദ സെയിം ടൈം ദേ വിൽ ക്രിയേറ്റ് എ ലോഗ് റെക്കോർഡ്. Log record state which is the old value and this old value has been replaced by new value. അതൊക്കെയാണ് ഈ ലോഗ് റെക്കോർഡിനകത്തുള്ളത്. ഓക്കെ, ഇപ്പോൾ in case of any transaction is aborted or any system crash has occurred, we will undo the changes by taking the old value from the log record. They also allow the system to redo the changes made by the transaction if the transaction has committed but the system crashed before those changes are made permanently on the disk. ഓക്കെ, ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൻ്റെ ചേഞ്ചസ് ഡാറ്റാബേസ് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ട്രാൻസാക്ഷൻ ക്രാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആ ട്രാൻസാക്ഷൻ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അതാണ് റീഡു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ ലോഗ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലോഗ് നോക്കും, ലോഗിനകത്ത് ഈ പുതിയ വാല്യൂ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. പുതിയ വാല്യൂ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? അത് റീഡു ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തു. ഓക്കെ, ആ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡാറ്റാബേസ് മോഡിഫൈഡ് ഡാറ്റ ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് അബോർട്ട് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു അഗെയിൻ റീഡു ദാറ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, അതാണ് ഈ അൺഡു ആൻഡ് റീഡു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ ഈ രണ്ട് ടേംസ് എപ്പോഴും മനസ്സിലാക്കണം, അൺഡു ആൻഡ് റീഡു. ഓക്കെ, അപ്പം വെൻ വിൽ വി പെർഫോം അൺഡു? Undo is performed if a transaction is aborted and the transaction is records all the system to undo the changes made by the transaction if it gets aborted. Okay, next is steps a transaction takes in modifying the data item. ഒരു ഡാറ്റ മോഡിഫൈ ചെയ്യാൻ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ എടുക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ ട്രാൻസാക്ഷൻ പെർഫോംസ് സം കമ്പ്യൂട്ടേഷൻസ് ഇൻ ദ മെയിൻ മെമ്മറി. ഓക്കെ, സം ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഈസ് പെർഫോംഡ് നോട്ട് ഇൻ ദ ഹാർഡ് ഡിസ്ക്, നോട്ട് ഇൻ ദ ഡിസ്ക് ബട്ട് ഇൻ ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിലാണ് ഈ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങും ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. മോഡിഫൈഡ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് മെയിൻ മെമ്മറിയിലാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. The transaction modifies the data block in the disk buffer in the main memory holding the data item. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡാറ്റ ബ്ലോക്കിനകത്താണ് ട്രാൻസാക്ഷൻ്റെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഡാറ്റ ബ്ലോക്ക് ആദ്യം എവിടെയാണ് ഇരിക്കുന്നത്? ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മെയിൻ മെമ്മറി. ഓക്കെ, മെയിൻ മെമ്മറിയിൽ പ്രോസസ്സിങ് കഴിയുമ്പോഴത്തേക്കും ദിസ് ഡാറ്റ ബ്ലോക്ക് ഈസ് റിട്ടേൺ ഓൺ ടു ദ ഡിസ്ക്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത്. ട്രാൻസാക്ഷൻ മോഡിഫൈസ് ദ ഡാറ്റ ബ്ലോക്ക് ഇൻ ദ ഡിസ്ക് ബഫർ ഇൻ ദ മെയിൻ മെമ്മറി. ഓക്കെ, ബഫർ ഇൻ ദ ഡിസ്ക് ബഫർ എന്ന് പറഞ്ഞില്ലെങ്കിൽ ബഫർ ഇൻ ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിലുള്ള ഡാറ്റ ബ്ലോക്കിന് ഇറ്റ് വിൽ മോഡിഫൈ. ഓക്കെ,
modify the data block present in the main memory holding the data. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫൈനലി ഈ ഡാറ്റ ബ്ലോക്കിനെ നമ്മൾ ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യും. The database system executes the output operation that writes the data block to disk. Okay, the third step is we will write the data block to the disk. Okay, first step, it performs some transaction processing in the main memory. Then it modifies the data or modifies the block data block that is present in the main memory. Then after modifying it, it will write it onto the write that data block to the disk. This is what happening in the transaction modification. Okay. There are two type of modification: deferred modification and immediate modification. Okay, very very important topic, deferred and immediate modification. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഡിഫേർഡ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഡിഫേർഡ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസ് ട്രാൻസാക്ഷനിൽ ഒരു ഔട്ട്പുട്ട് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുന്നത് ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഡിഫേർഡ്. ഓക്കെ, ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ചേഞ്ചസ് അത് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വാല്യൂസ് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യും. അതാണ് ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ. കാരണം ട്രാൻസാക്ഷനിൽ ഒരു വാല്യൂ അല്ല റൈറ്റ് ചെയ്യുന്നത്. വലിയൊരു ട്രാൻസാക്ഷനിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാല്യൂസ് കിട്ടുന്നതനുസരിച്ച് ഇറ്റ് വിൽ ബി റിട്ടേൺ ഓൺ ടു ദ ഡിസ്ക്. ഡിഫേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ഗെറ്റിംഗ് ഓൾ ദ വാല്യൂസ്. ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ഓൾ ദ വാല്യൂസ് ആൻഡ് കമ്മിറ്റിംഗ് ദാറ്റ് ട്രാൻസാക്ഷൻ വാല്യൂ വിൽ ബി റിട്ടേൺ ഓൺ ടു ദ disk. That is known as deferred and immediate modification. Okay, now let us see the points. A transaction modifies the database if it performs an update on the disk itself. അപ്പോൾ ട്രാൻസാക്ഷനിൽ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എപ്പോഴാണ് പെർഫോം ചെയ്യുന്നത്? ഇഫ് ഇറ്റ് പെർഫോംസ് ആൻ അപ്ഡേറ്റ് ഓൺ ദ ഡിസ്ക്. ഡിസ്കിൽ അപ്ഡേഷൻ വരുമ്പോഴാണ് ഡാറ്റാബേസ് മോഡിഫൈഡ് ആയി എന്ന് നമ്മൾ പറയുന്നത്. മെയിൻ മെമ്മറിയിൽ അപ്ഡേഷൻ ആയെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും പറയില്ല ഡാറ്റാബേസ് മോഡിഫൈഡ് ആയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഓക്കെ, വെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഡാറ്റാബേസ് ഈസ് മോഡിഫൈഡ് ഓൺലി ഇഫ് ദ അപ്ഡേഷൻ ഈസ് റിഫ്ലക്റ്റഡ് ഓൺ ദ ഡിസ്ക്. ഓക്കെ, അപ്ഡേറ്റ് ടു ദ മെയിൻ മെമ്മറി ഡു നോട്ട് കൗണ്ട് ആസ് ദ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ. മെയിൻ മെമ്മറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്, മെയിൻ മെമ്മറിയിൽ നേരത്തെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്ക് മെമ്മറി ബ്ലോക്ക് നമ്മൾ റൈറ്റ് ചെയ്തത് ആ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ കൗണ്ട് ചെയ്യില്ല. ആ ബ്ലോക്കിനെ നമ്മൾ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതിനെ മാത്രമേ നമ്മൾ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്ന് നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിലെ ആദ്യ 2 പോയിൻറ്റ്. ഇനി നമ്മൾ ഡിഫേർഡും ഇമ്മീഡിയറ്റും നമുക്ക് നോക്കാം. ഇഫ് എ ട്രാൻസാക്ഷൻ ഡസ് നോട്ട് മോഡിഫൈ ദ ഡാറ്റാബേസ് until it has committed, it is set to use a deferred modification technique. ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നത് വരെ ഒരു ഡാറ്റാബേസിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഡിഫേർഡ് മോഡിഫിക്കേഷൻ. ഓക്കെ, അതായത് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഡാറ്റാബേസ് അപ്ഡേഷൻ നടത്തിയുള്ളൂ, മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളൂ എങ്കിൽ മാത്രമാണ് അതിനെ ഡിഫേർഡ് മോഡിഫിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ occurs while the transaction is still active. The transaction is set to use immediate modification technique. ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിനകത്ത് ഡാറ്റ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. ഒരു ആക്റ്റീവായിട്ടിരിക്കുന്ന ട്രാൻസാക്ഷനിൽ എപ്പോഴാണ് ഫൈനലി നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലേ വാല്യൂ കിട്ടുന്നതെന്നെങ്കിലും വിചാരിക്കും. അല്ല, വലിയ ട്രാൻസാക്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാല്യൂസ് റൈറ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വാല്യൂസ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഡാറ്റ ഐറ്റംസ് കിട്ടും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിഫേർഡ് ഇമ്മീഡിയറ്റ് ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ occur while the transaction is still active. ഓക്കെ, ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല, അത് ആക്റ്റീവാണ്. The transaction is set to use immediate modification technique. Okay, so deferred and immediate modification. Database modification must be preceded by the creation of log record. ഇത് ഓൾറെഡി റിപ്പീറ്റിംഗ് ആയിട്ടുള്ളതാണ്. അതായത് മോഡിഫിക്കേഷൻ എപ്പോഴും
മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലോഗ് റെക്കോർഡും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു അല്ലേ. ലോഗ് റെക്കോർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അതാണ് പറയുന്നത്. It is preceded by creation of a log record. The system has available both old value prior to the modification and the new value after modification. This allows the system to perform undo and redo operations appropriately. അപ്പോൾ നമ്മൾ ഈ ലോഗ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡാറ്റാബേസിലേക്ക് മോഡിഫിക്കേഷൻ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലോഗ് റെക്കോർഡും കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ആ ലോഗ് റെക്കോർഡിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ വാല്യൂ ഉണ്ടാവും, പുതിയ വാല്യൂ ഉണ്ടാവും. മോഡിഫിക്കേഷന് മുമ്പുള്ളതാണ് പഴയ വാല്യൂ, മോഡിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്നതാണ് പുതിയ വാല്യൂ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് അവർ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നത്, അൺഡു ആൻഡ് റീഡു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അൺഡു യൂസിങ് എ ലോഗ് റെക്കോർഡ് സെറ്റ്സ് ദ ഡാറ്റ ഐറ്റം സ്പെസിഫൈഡ് ഇൻ ദ ലോഗ് റെക്കോർഡ് ടു ദ ഓൾഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ അൺഡു ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ പഴയ വാല്യൂയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റീഡു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തിട്ട് പുതിയ വാല്യൂയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റീഡു. ഓക്കെ, അപ്പോൾ അൺഡു എന്ന് പറഞ്ഞാൽ യൂസിങ് എ ലോഗ് റെക്കോർഡ് സെറ്റ്സ് ദ ഡാറ്റ ഐറ്റം സ്പെസിഫൈഡ് ഇൻ ദ ലോഗ് റെക്കോർഡ് ടു ദ ഓൾഡ് വാല്യൂ. ഓക്കെ, റീഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് എ ലോഗ് റെക്കോർഡ് സെറ്റ്സ് ദ ഡാറ്റ ഐറ്റം സ്പെസിഫൈഡ് ഇൻ ദ ലോഗ് റെക്കോർഡ് ടു ദ ന്യൂ വാല്യൂ. ഓക്കെ, ഇപ്പോൾ റീഡു എന്ന് പറഞ്ഞാൽ അത് ഒന്നേന്ന് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ട് യു വിൽ റീച്ച് ഇറ്റ് ടു ദ ന്യൂ വാല്യൂ, പുതിയ വാല്യൂയിലേക്ക് തന്നെ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് അൺഡു ആൻഡ് റീഡു. അപ്പോൾ ഈ അൺഡു ആൻഡ് റീഡു ചെയ്യണമെങ്കിൽ വി റിക്വയർ ദ ലോഗ് റെക്കോർഡ്. ഓക്കെ, വി റിക്വയർ ദ റെഫറൻസ് ഫ്രം ദ എൻട്രി ഇൻ ദ ലോഗ് റെക്കോർഡ്. അത് വെച്ചിട്ടാണത് അൺഡു റീഡു ചെയ്യുന്നത്. അൺഡു എന്ന് പറയുമ്പോഴത്തേക്കും പഴയ വാല്യൂ എടുത്ത് റൈറ്റ് ചെയ്യും, ലോഗിലുള്ള പഴയ വാല്യൂ എടുത്ത് എഴുതും. റീഡു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് പുതിയ വാല്യൂയിലേക്ക് എത്തിക്കും. ഓക്കെ, ചെക്ക് പോയിൻറ്റ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിൻ്റാണ് ചെക്ക് പോയിൻറ്റിങ് ഓർ ചെക്ക് പോയിൻറ്റ്. അപ്പോൾ ചെക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ആൻ എൻട്രി ഇൻ ദ ലോഗ് റെക്കോർഡ്. നമ്മൾ ലോഗ് റെക്കോർഡിനകത്ത് എന്തൊക്കെ എൻട്രി വരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ, അതിന് ഉപരിയായിട്ട് അഡീഷണലായിട്ടൊരു എൻട്രി വരുന്നതാണ് ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് പോയിൻ്റ് എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിൽ ഇതുവരെ വന്ന മോഡിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യും. അതാണ് ഈ ചെക്ക് പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് എൻട്രി ഇൻ ദ ലോഗ് കോൾഡ് ചെക്ക് പോയിൻ്റ്. എ ചെക്ക് പോയിൻ്റ് റെക്കോർഡ് ഈസ് റിട്ടൺ ഇൻ ടു ദ ലോഗ് പീരിയോഡിക്കലി. At the point the system writes out all the DBMS buffers that have been modified to the disk. അപ്പോൾ ഈ ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പീരിയോഡിക്കലി ലോഗിൽ ഇങ്ങനെ എഴുതി വരും. ഓക്കെ, ചെക്ക് പോയിൻ്റ് ഒരു പ്രാവശ്യം ഉള്ളതല്ല. ചെക്ക് പോയിൻ്റ് ലോഗിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അതിനകത്ത് കൊടുക്കും. അപ്പോൾ ഈ ചെക്ക് പോയിൻ്റ് കണ്ടു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ആ DBMS ബഫറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെയിൻ മെമ്മറിൻ്റെ DBMS ബഫറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്താൽ മോഡിഫൈഡ് ഡാറ്റ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ DBMS ബഫർ ഈസ് റിട്ടൺ ഓൺ ടു ദ ഡിസ്ക്. ഓക്കെ, ഇപ്പോൾ ചെക്ക് പോയിൻ്റ് കണ്ടു കഴിഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് പോയിൻ്റ് ഈസ് നത്തിങ് ബട്ട് ഈസ് ആൻ എൻട്രി ഇൻ ദ ലോഗ്. Okay, as soon as the transaction encounter a checkpoint, the data that is available in the DBMS buffer has been written onto the disk. Okay, ഈ ചെക്ക് പോയിൻ്റ് കൂടെ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ID ഫോർ ആക്റ്റീവ് ട്രാൻസാക്ഷൻ ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ചെക്ക് പോയിൻ്റ് റെക്കോർഡ് സോ ദാറ്റ് ദ ട്രാൻസാക്ഷൻ ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് റിക്കവറി. അപ്പം ട്രാൻസാക്ഷൻ IDയും കൂടെ ചെക്ക് പോയിൻ്റ് റെക്കോർഡിനകത്ത് കൊടുത്തു വിടും. ഓക്കെ, ചെക്ക് പോയിൻറ്റിനകത്ത് ഒരു ട്രാൻസാക്ഷൻ ID, അതായത് ഏതൊക്കെ ട്രാൻസാക്ഷനാണ് ആക്റ്റീവ് ആണെന്നുള്ള അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ IDസും കൂടെ നമ്മൾ അതിനകത്ത് കൊടുത്തു വിടും. ഓക്കെ, അപ്പോൾ വെറും ചെക്ക് പോയിൻ്റ് എന്നുള്ളതല്ല കൊടുക്കുന്നത്, ചെക്ക് പോയിൻ്റ് സ്പേസ് ആ ട്രാൻസാക്ഷൻ IDs, ഏതൊക്കെ ട്രാൻസാക്ഷനാണ് ഒരു സമയത്ത് ആക്റ്റീവ് ആണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ കൊടുത്തു വിടും. ക്ലിയർ? ദാറ്റ് ഈസ് നോൺ ആസ് ചെക്ക് പോയിൻ്റ്. ദ സീക്വൻസ് ഓഫ് ആക്ഷൻ ഇൻ ചെക്ക് പോയിൻ്റ്. ഈ സ്റ്റെപ്സ് പെർഫോമിങ് ഡ്യൂറിങ് ചെക്ക് പോയിൻ്റ് ചെയ്യാനുള്ള ചില സ്റ്റെപ്സുകളാണ്, 3 സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓൺ ടു ദ സ്റ്റേബിൾ സ്റ്റോറേജ് ഓൾ ദ റെക്കോർഡ്സ് കറൻ്റ്ലി റിസൈഡിങ് ഇൻ ദ മെയിൻ മെമ്മറി. ഓക്കെ, അതായത് നമ്മൾ സ്റ്റേബിൾ സ്റ്റോറേജിൽ, അതായത്
നമ്മൾ ലോഗ് റെക്കോർഡ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസ് എല്ലാം നമ്മൾ ആ ലോഗ് റെക്കോർഡ് ആദ്യം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സ്റ്റേബിൾ സ്റ്റോറേജ് ആയിട്ടുള്ള ഡിസ്കിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ലോഗ് റെക്കോർഡെല്ലാം ഡിസ്കിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ. ഔട്ട്പുട്ട് ഓൺ ടു ദ സ്റ്റേബിൾ സ്റ്റോറേജ് ഓൾ ലോഗ് റെക്കോർഡ്സ് കറൻ്റ്ലി റിസൈഡിങ് ഇൻ ദ മെമ്മറി. മെമ്മറിയിൽ റിസൈഡ് ചെയ്യുന്ന എല്ലാ ലോഗ് റെക്കോർഡിനെ നമ്മൾ ഡിസ്കിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് ഔട്ട്പുട്ട് ടു ദ ഡിസ്ക് ഓൾ മോഡിഫൈഡ് ബഫർ ബ്ലോക്സ്. ഓക്കെ. ഇനി നമ്മൾ ലോഗ് റെക്കോർഡ് സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ബഫർ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ. ഓക്കെ. പ്രൈമറി മെമ്മറിയിൽ ബ്ലോക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മോഡിഫൈഡ് ഡാറ്റയെ നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ. ലോഗ് റെക്കോർഡ്, പ്രൈമറി മെമ്മറിയിലിരിക്കുന്ന ലോഗ് റെക്കോർഡ് എന്താണെന്ന് അറിയാം. ട്രാൻസാക്ഷൻ്റെ മോഡിഫിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാം അറിയുന്ന ഒരു റെക്കോർഡാണ്. അത് നമ്മൾ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഡിസ്കിലോട്ട് കൊടുക്കും. രണ്ടാമത്തത് നമ്മുടെ ഡാറ്റ, ഒറിജിനൽ ഡാറ്റ, നമ്മൾ മോഡിഫൈ ചെയ്ത ഡാറ്റ, ബഫർ ബ്ലോക്ക്, ആ ബ്ലോക്കിനെ നമ്മൾ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ. Then output onto the stable storage a log record of the form checkpoint L, where L is the list of transaction active at that time of checkpointing. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് ആ ലോഗ് റെക്കോർഡിനകത്ത് ഒരു പുതിയ എൻട്രി കൊടുക്കുന്നു. പുതിയ എൻട്രി എന്ന് പറയുന്നത് ചെക്ക് പോയിൻറ്റ് സ്പേസ് എൽ. ഈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് പോയിൻറ്റ് നടക്കുന്ന സമയത്ത് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആക്റ്റീവായിരുന്നു എന്നുള്ളത് നമ്മൾ അതിനകത്ത് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് T1, T2, T3 3 ട്രാൻസാക്ഷനാണ് ആക്റ്റീവ് ആയിരുന്നതെന്ന് നോക്കുക. ഓക്കെ. അപ്പം ഈ ചെക്ക് പോയിൻ്റ് എന്ത് ചെയ്യുന്നു, ആ ലോഗ് റെക്കോർഡിനകത്ത് ചെക്ക് പോയിൻറ്റ് T1, T2, T3 എന്ന് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ചെക്ക് പോയിൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, നമ്മുടെ ലോഗ് റെക്കോർഡ്, ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ലോഗ് റെക്കോർഡ് മെയിൻ മെമ്മറിയിൽ നിന്ന് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യും. അടുത്തത് നമ്മുടെ ഡാറ്റ ബ്ലോക്ക്. ഓക്കെ. ഡിസ്ക് ബ്ലോക്ക്, മെയിൻ മെമ്മറിയിലുള്ള ബ്ലോക്ക്, ബഫർ ബ്ലോക്കിനെ നമ്മൾ ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യും. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് റെക്കോർഡിലൊരു പുതിയ എൻട്രി കൊടുക്കും, ചെക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ചെക്ക് പോയിൻ്റ് സ്പേസ് എൽ. എൽ ഈസ് ദ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് ആക്റ്റീവ് അറ്റ് ദ ടൈം ഓഫ് ചെക്ക് പോയിൻ്റ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. Transactions are not allowed to perform any update actions such as writing to the buffer block or writing to the log record while the checkpoint is in progress. അപ്പോൾ ചെക്ക് പോയിൻ്റ് നടക്കുന്ന സമയത്ത് വേറെ അപ്ഡേഷനോ റൈറ്റിങ്ങോ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇപ്പോൾ ചെക്ക് പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ. എന്നാണ് പറയുന്നത്. Transactions are not allowed to perform any update action such as writing to buffer block or writing to the log record. ലോഗ് റെക്കോർഡിലുള്ള റൈറ്റിങ്ങോ ബഫർ ബ്ലോക്കിലുള്ള റൈറ്റിങ്ങോ എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. The presence of checkpoint L record in the log allows the system to simplify the recovery procedure. ഓക്കെ. അപ്പോൾ ചെക്ക് പോയിൻറ്റ് എൽ എന്ന് പറയുന്ന റെക്കോർഡ് നമ്മൾ ലോഗ് റെക്കോർഡിൽ കണ്ടു കഴിഞ്ഞാൽ എന്നുള്ള ഒരു എൻട്രി നമ്മൾ ലോഗ് റെക്കോർഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് റിക്കവറി ചെയ്യാൻ, ട്രാൻസാക്ഷൻ റിക്കവറി പ്രൊസീജിയർ ഭയങ്കര എളുപ്പമായിരിക്കും. ആഫ്റ്റർ എ സിസ്റ്റം ക്രാഷ് ഹാസ് ഒക്കേർഡ്, ദ സിസ്റ്റം എക്സാമിൻസ് ദ ലോഗ് ടു ഫൈൻഡ് ദ ലാസ്റ്റ് ചെക്ക് പോയിൻ്റ് റെക്കോർഡ്. ഒരു സിസ്റ്റം ക്രാഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലോഗ് റെക്കോർഡ് മൊത്തം വെരിഫൈ ചെയ്യേണ്ട. അതായത് ലാസ്റ്റ് ചെക്ക് പോയിൻറ്റിന് ശേഷമുള്ളത് മാത്രം നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ചെക്ക് പോയിൻറ്റിന് ശേഷമുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ തൊട്ടായിരിക്കും നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ, റീഡുവോ അൺഡുവോ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ. അതാണ് ഈ ചെക്ക് പോയിൻ്റ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെക്ക് പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ക്രാഷ് വരുമ്പോഴത്തേക്കും വി വിൽ ലുക്ക് ഇൻ ടു ദ എൻറ്റയർ ലോഗ് റെക്കോർഡ്. Okay, now it is not necessary. We just check the last checkpoint. Okay, where the last checkpoint has occurred. അവിടെ നിന്ന് നമ്മൾ അത് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ റീഡു അൺഡു ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യും. അത് നമ്മൾ ഇനി അടുത്ത ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഫിഗർ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഒരു റിക്കവറി പ്രൊസീജിയറാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ചെക്ക് പോയിൻ്റ്. ഓക്കെ. ട്രാൻസാക്ഷൻ ഫെയിലിയർ ഇവിടെ ഒക്കർ ചെയ്തു.
അപ്പോൾ ചെക്ക് പോയിൻറ്റിന് മുമ്പായിട്ട്, ഓക്കെ, ചെക്ക് പോയിൻറ്റിന് മുമ്പ് നമ്മൾ ഒരു റെക്കോർഡ് ഒരു ഫെയിലിയർ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫെയിലിയർ ആ റെക്കോർഡിൻ്റെ ബാക്ക് നമ്മൾ സ്കാൻ ചെയ്ത് വരും. ഓക്കെ, ആ റെക്കോർഡിൽ നിന്ന് ബാക്കിൻ്റെ സ്കാൻ ചെയ്തിട്ട് ലാസ്റ്റ് ചെക്ക് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് ആ ചെക്ക് പോയിൻറ്റ് കുറച്ച് മുമ്പ് കൂടെ പോകും. ഓക്കെ, എന്നിട്ട് ആ ട്രാൻസാക്ഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് നോക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ട്രാൻസാക്ഷൻ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഇവിടെ ചെക്ക് പോയിൻറ്റിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അവിടെ കമ്മിറ്റ് ചെയ്തു, അവിടെ തന്നെ വെച്ച് കമ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതവിടെ പ്രശ്നമൊന്നും വരുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇനി പ്രശ്നം വരുന്നത് അവിടെ ഇവിടം തൊട്ടാണ്. ഇവിടെ നമ്മൾ നോക്കിക്കുക, ഇവിടെ ഈ ട്രാൻസാക്ഷൻ T2 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ചെക്ക് പോയിൻറ്റ് മുമ്പായിട്ടാണ്. ചെക്ക് പോയിൻറ്റ് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അവസാനിച്ചപ്പോഴാണ് ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, അതായത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ്. T3 അതുപോലെയാണ്. ട്രാൻസാക്ഷൻ T3 എന്ന് പറയുന്നത് ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ബട്ട് ട്രാൻസാക്ഷൻ T4 ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല, അതിന് മുമ്പ് സിസ്റ്റം ഫെയിലിയർ വന്നു. ഓക്കെ, അപ്പോൾ ഈ കേസിൽ T1 നമുക്ക് ഇഗ്നോർ ചെയ്യാം, ബിക്കോസ് ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഡിസ്കിനകത്ത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം എന്താണ്, ഇത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ചെക്ക് പോയിൻറ്റ് വിളിച്ചത്. ഓക്കെ, കമ്മിറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് പോയിൻറ്റ് വിളിക്കുമ്പോഴത്തേക്കും T1 മോഡിഫൈഡ് സാധനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഡിസ്ക്. ഓക്കെ, പക്ഷേ T2 അങ്ങനെയല്ല. T2 T3 എന്താണ്, T2 T3 തുടങ്ങിയപ്പോഴാണ് ചെക്ക് പോയിൻറ്റ് വിളിച്ചത്. ഓക്കെ, എന്നിട്ട് അത് തുടങ്ങിക്കഴിഞ്ഞ് ചെക്ക് പോയിൻറ്റ് വിളിച്ചതിന് ശേഷമാണ്, ചെക്ക് പോയിൻറ്റ് നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, അത് കമ്മിറ്റ് ചെയ്തത്. അതുപോലെ T3 അങ്ങനെയാണ്. ചെക്ക് പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്ത് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ T2 ആൻഡ് T3 നമ്മൾ ഒന്നേന്ന് ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി റീഡൺ. ഓക്കെ, ഇതിന് നമ്മൾ റീഡു ചെയ്യണം, ഒന്നേന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. കാരണം കമ്മിറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇനി പഴയ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്നുകൂടെ നമ്മൾ റീഡു ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ വഴി. ഓക്കെ, ഇനി അടുത്തത് T4 സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് കമ്മിറ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അത് കമ്മിറ്റ് ചെയ്തില്ല. അപ്പോൾ കമ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇതിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് റീഡു ചെയ്താൽ മതി. ഓക്കെ, റീഡു അല്ല, അൺഡു ചെയ്താൽ മതി. അതാണ് T4 ടു ബി അൺഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ നമ്മൾ ഒരു സിസ്റ്റം ഫെയിലിയർ വരുമ്പോഴത്തേക്കും ഏതൊക്കെ ട്രാൻസാക്ഷൻസ് റിക്കവർ ചെയ്യണം, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് റീഡു ചെയ്യണം, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് അൺഡു ചെയ്യണം എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റം ഫെയിലിയർ വരുമ്പോഴത്തേക്കും നമ്മൾ ലോഗ് റെക്കോർഡ് ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ബാക്ക്വേഡ് നമ്മൾ സ്കാൻ ചെയ്യും ലോഗ് റെക്കോർഡ്. എന്നിട്ട് അവസാനത്തെ ചെക്ക് പോയിൻ്റ് എവിടെ വന്നു നോക്കുക. ഓക്കെ, അവസാനത്തെ ചെക്ക് പോയിൻ്റ് എത്തിക്കഴിഞ്ഞിട്ടും നമ്മൾ ബാക്കിലോട്ട് വീണ്ടും നോക്കും. എന്നിട്ട് ഏത് ട്രാൻസാക്ഷനാണ് ചെക്ക് പോയിൻറ്റിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ചെക്ക് പോയിൻറ്റിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത T1 ആണ്, പക്ഷേ ആ ട്രാൻസാക്ഷൻ T1 അവിടെ തന്നെ കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മോഡിഫൈഡ് ഡാറ്റ നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു അറ്റ് ദിസ് ചെക്ക് പോയിൻറ്റ്. പക്ഷേ T2 അങ്ങനെയല്ല. T2 തുടങ്ങിയത് ചെക്ക് പോയിൻറ്റ് മുമ്പാണ്, പക്ഷേ അവസാനിച്ചത് ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് കമ്മിറ്റ് ചെയ്തതെന്ന്. T3 അതുപോലെയാണ്. ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതും ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് കമ്മിറ്റ് ചെയ്തതും. അപ്പോൾ T2 T3 നമ്മൾ എന്ത് ചെയ്യണം, ഇത് കമ്മിറ്റ് ചെയ്തതുകൊണ്ട് T2 T3 വി ഹാവ് ടു ബി റീഡൺ. പക്ഷേ T4 അത് തുടങ്ങിയത് ചെക്ക് പോയിൻറ്റിന് ശേഷമാണെങ്കിലും പക്ഷേ അത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സിസ്റ്റം ഫെയിലിയർ വന്നു. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോസസ്സാണ് കമ്മിറ്റ്. അപ്പോൾ T4 കമ്മിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡിസ്കിനകത്ത് നമുക്ക് റൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പഴയ വാല്യൂയിലേക്ക് നമ്മൾ അതിനെ മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അൺഡു ചെയ്യും. ക്ലിയർ? ഇതാണ് അതിൻ്റെ റിക്കവറി പ്രോസസ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫിഗർ നോക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തിയറി പാർട്ട് വായിച്ചു തരാം. ഡ്യൂറിങ് റിക്കവറി വി നീഡ് ടു കൺസിഡർ ഓൺലി ദ മോസ്റ്റ് റീസെൻറ്റ് ട്രാൻസാക്ഷൻ TI that started before the checkpoint and the transaction that started after TI. അപ്പോൾ റിക്കവറി പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് പോയിൻറ്റിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവം,
ഓക്കെ, ഇവിടെ നമ്മൾ ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത T1 അവിടെ തൊട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങുന്നത് ഏതൊക്കെ ട്രാൻസാക്ഷൻ നമ്മൾ അൺഡു ചെയ്യണം റീഡു ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ only the recent transaction TI that started before the checkpoint and the transaction that started after TI. ഓക്കെ, TIക്ക് മുമ്പ് ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതും ചെക്ക് പോയിൻറ്റ് ശേഷം സ്റ്റാർട്ട് ചെയ്തതുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് ആ ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് T1 നമ്മൾ അങ്ങനെ ഇപ്പോൾ T1 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഇതിൽ എടുക്കേണ്ട കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് T2 തൊട്ടാണ്. T2 ആണ് എന്ത് ചെയ്ത് ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തത് ചെക്ക് പോയിൻറ്റ് ശേഷം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ T2 തൊട്ടാണ് നമ്മൾ ഇത് റിക്കവറി പ്രൊസീജിയേഴ്സ് എടുക്കേണ്ടത്, റീഡു ആണോ അൺഡു ആണോ എന്നുള്ളത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് പറയാം. സ്കാൻ ബാക്ക്വേർഡ് ഫ്രം എൻഡ് ടു ദ ലോഗ് ടു ഫൈൻഡ് ദ മോസ്റ്റ് റീസെൻറ്റ് ചെക്ക് പോയിൻ്റ് റെക്കോർഡ്. ഓക്കെ, അപ്പോൾ ആ ലോഗ് റെക്കോർഡിൻ്റെ നമ്മൾ എൻഡിൽ നിന്ന് നമ്മൾ തിരിച്ച് എൻഡിൽ നിന്ന് ഇങ്ങോട്ട് സ്കാൻ ചെയ്ത് വരും അല്ലേ. എൻഡിൽ നിന്ന് ഇങ്ങോട്ട് സ്കാൻ ചെയ്ത് വന്നിട്ട് ലേറ്റസ്റ്റ് ചെക്ക് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കും, ചെക്ക് പോയിൻ്റ് എൻട്രി എവിടെയാണെന്നുള്ളത് നോക്കും. ഓക്കെ, എന്നിട്ട് അത് എൻട്രി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ കണ്ടിന്യൂ സ്കാനിങ് ബാക്ക്വേർഡ് ടിൽ എ റെക്കോർഡ് TI സ്റ്റാർട്ട് ഈസ് ഫൗണ്ട്. അപ്പോൾ ചെക്ക് പോയിൻറ്റിന് മുമ്പ് ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവിടെ നിന്ന് ബാക്കിലോട്ട് റീഡ് ചെയ്തു, ചെക്ക് പോയിൻ്റ് എത്തി. ഓക്കെ, ഈ ചെക്ക് പോയിൻറ്റിന് കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയിട്ട് നോക്കും ഏതെങ്കിലും ട്രാൻസാക്ഷൻ ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. അതെ, T2 ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇത് നോക്കേണ്ട കാര്യമില്ല, കാരണം അത് ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ അതിന് മുമ്പായിട്ട് കമ്മിറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷേ അതവിടെ ചെക്ക് പോയിൻറ്റ് മുമ്പായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് തൊട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, ഇത് തൊട്ടും അതിന് ശേഷമുള്ളത്. ഓക്കെ, സോറി. കണ്ടിന്യൂ സ്കാനിങ് ബാക്ക്വേർഡ് ടിൽ ദ റെക്കോർഡ് TI start is found. Need only consider those transactions that started before the checkpoint. ഓക്കെ, ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതും അതിന് ശേഷമുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർ ഓൾ ട്രാൻസാക്ഷൻ വിത്ത് നോ TI കമ്മിറ്റ് എക്സിക്യൂട്ട് അൺഡു. കമ്മിറ്റ് ചെയ്യാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അൺഡു ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് T4 കമ്മിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിനെ നമ്മൾ അൺഡു ചെയ്തു. കമ്മിറ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റീഡു ചെയ്യണം. ഫോർ ഓൾ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടിങ് ഫ്രം TI ഓർ ലേറ്റർ വിത്ത് TI കമ്മിറ്റ് ആണെങ്കിൽ എക്സിക്യൂട്ട് റീഡു TI. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലോഗ് റെക്കോർഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് ബാക്കിലോട്ട് പോകണം. എന്നിട്ട് ഫസ്റ്റ് ചെക്ക് പോയിൻറ്റ് കാണുന്നവരെ നോക്കണം. എന്നിട്ട് കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയിട്ട് ഏതെങ്കിലും ട്രാൻസാക്ഷൻ ചെക്ക് പോയിൻറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. അതെ, T2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻഡ് ചെയ്യുന്നത് ചെക്ക് പോയിൻറ്റിന് ശേഷമാണ്. അപ്പോൾ T2 തൊട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ T2, T3, T4 ആണ് നമ്മൾ ഇതിനകത്ത് റീഡു ചെയ്യണോ അൺഡു ചെയ്യണോ നമ്മൾ കൺസിഡർ എടുക്കേണ്ടത്. അതിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ T2, T3 കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ റീഡു ചെയ്യണം. കമ്മിറ്റ് ചെയ്യാത്തതാണെങ്കിൽ നമ്മൾ അതിനെ അൺഡു ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇനി ഈ പറഞ്ഞ അൺഡു റീഡു റിക്കവറി ബേസ്ഡ് ഓൺ ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ, നമ്മൾ ഈ നോ അൺഡു റീഡു പ്രോട്ടോക്കോൾ വെച്ചിട്ട് ഈ ഡിഫേർഡ് ഡാറ്റ മോഡിഫിക്കേഷനിലും ഇമ്മീഡിയറ്റ് ഡാറ്റ മോഡിഫിക്കേഷനിലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് പറയാൻ പോകുന്നത്, റിക്കവറി പ്രോസസ്സാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിഫേർഡ് എന്താണെന്ന് പറഞ്ഞു, ഇമ്മീഡിയറ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഡിഫേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷമേ അതിനകത്തുള്ള വാല്യൂസ് എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്തു. ഓക്കെ, ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള വാല്യൂസ് നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഡിഫേർഡിൽ നമ്മൾക്കിങ്ങനെ ഈ നോ അൺഡു റീഡു പ്രോട്ടോക്കോൾ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഡിഫേർഡ് അപ്ഡേറ്റ്. അപ്പോൾ ഈ ഡിഫേർഡ് അപ്ഡേറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഇൻ ഡിഫേർഡ് അപ്ഡേറ്റ് ഇറ്റ് പോസ്റ്റ്പോൺ എനി ആക്ച്വൽ അപ്ഡേറ്റ് ടു ദ ഡാറ്റാബേസ് ഓൺ ദ ഡിസ്ക് അൺടിൽ ദ ട്രാൻസാക്ഷൻ കമ്മിറ്റ്സ്. ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് എന്ത് ചെയ്തു, അതിൻ്റെ ഡാറ്റാബേസ് അപ്ഡേഷൻ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്തുള്ളൂ.
After the transaction reaches its commit point and the log is forced returned to disk, the updates are recorded in the database. കമ്മിറ്റ് പോയിൻ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? കമ്മിറ്റ് പോയിൻ്റ് വന്ന ഉടൻ തന്നെ ആ ലോഗ് ഇൻഫർമേഷൻ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ അപ്ഡേറ്റഡ് ഡാറ്റയും ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കുന്നു അല്ലേ? അപ്പോൾ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ലോഗും റൈറ്റ് ചെയ്യുന്നത്, ഈ ഫൈനൽ അപ്ഡേറ്റഡ് വാല്യൂ ഡിസ്ക് ബ്ലോക്ക് നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ട്രാൻസാക്ഷൻ ഫെയിൽസ് ബിഫോർ റീച്ചിങ് ഇറ്റ്സ് കമ്മിറ്റ് പോയിൻറ്റ്, there is no need to undo any operation because the transaction has not affected the database on the disk. അപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മളതിന് അണ്ടു ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അത് ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്തിട്ടില്ല. ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യുമ്പോഴല്ലേ അണ്ടു ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതായത് ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗ് റെക്കോർഡും ഈ ഡിസ്ക് അപ്ഡേഷൻസ് എല്ലാം നമ്മൾ നടത്തത്തുള്ളൂ. അപ്പോൾ ഇവിടെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ട്രാൻസാക്ഷൻ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് ടു റീഡു ഓർ അൺഡു എനി ഓപ്പറേഷൻ, വി ആർ ജസ്റ്റ് നെഗ്ലക്റ്റ് ഇറ്റ്. ഓക്കെ, അതാണ് പറയുന്നത്. ഇഫ് എ ട്രാൻസാക്ഷൻ ഫെയിൽസ് ബിഫോർ റീച്ചിങ് ഇറ്റ്സ് കമ്മിറ്റ് പോയിൻറ്റ്, ദർ ഈസ് നോ നീഡ് ടു അൺഡു എനി ഓപ്പറേഷൻ ബിക്കോസ് the transaction has not affected the database on the disk. ആ ഡിസ്കിനകത്ത് അതിൻ്റെ ചേഞ്ച് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അൺഡുവോ റീഡോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, when a ചെക്ക് പോയിൻ്റ് ഈസ് റീച്ച്ഡ്, അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻ്റ് വരുമ്പം എന്ത് ചെയ്യുന്നുള്ളതാണ്. ചെക്ക് പോയിൻ്റ് ഈസ് റീച്ച്ഡ്, ഓൾ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ കമ്മിറ്റഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് ചെക്ക് പോയിൻ്റ് ആർ റിട്ടേൺ ടു ദ ഡിസ്ക്. അപ്പോൾ ചെക്ക് പോയിൻ്റ് വരുമ്പോഴത്തേക്കും ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ലാസ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രമേ റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓൾ ദ ട്രാൻസാക്ഷൻ വിച്ച് ആർ കമ്മിറ്റഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് ചെക്ക് പോയിൻറ്റ് ആർ റിട്ടേൺ ടു ഡിസ്ക്. കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തോട്ട് ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യും. കാരണം ഇതെന്താണ്? ഇത് ഡിഫേർഡ് ആയതുകൊണ്ട് ചെക്ക് പോയിൻ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ കമ്മിറ്റഡ് ഏതെങ്കിലും ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇഫ് ദ സിസ്റ്റം ക്രാഷസ് ഇൻ ബിറ്റ്വീൻ ദ ചെക്ക് പോയിൻറ്റ്സ്, റീഡു ഓൾ ദ റൈറ്റ് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ഫ്രം ദ ലോഗ്. അപ്പോൾ നമ്മൾ ചെക്ക് പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്രാഷ് വരികയാണെങ്കിൽ ഇത് സിൻസ് ഇറ്റ് ഈസ് കമ്മിറ്റഡ്, നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം റീഡു ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റ് ചെയ്ത സംഭവം നമ്മൾ ഡാറ്റാബേസിനകത്തോട്ട് നമ്മൾ ചെക്ക് പോയിൻ്റ് വരുന്ന സമയത്ത് ക്രാഷ് വല്ലതും വരികയാണെങ്കിൽ, നമ്മൾ കമ്മിറ്റ് ചെയ്ത സാധനമാണെങ്കിൽ നമ്മളെല്ലാം ഒന്നേന്ന് റീഡു ചെയ്യേണ്ടി വരും. കാരണം കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്മറിക്കകത്ത് അതിൻ്റെ മോഡിഫിക്കേഷൻ വരുത്തി എന്നുള്ളതാണ്. ആ ബ്ലോക്കിനകത്ത് ആ ഡാറ്റ മോഡിഫിക്കേഷൻ വരുത്തി. അതുകൊണ്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ചെക്ക് പോയിൻ്റ് വിളിച്ച സമയത്ത് അത് ക്രാഷ് വരികയാണെങ്കിൽ കമ്മിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റീഡു ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റീഡു ചെയ്യുക. ഓക്കെ, ഇഫ് ദ സിസ്റ്റം ക്രാഷസ് ഇൻ ബിറ്റ്വീൻ ദ ചെക്ക് പോയിൻറ്റ്, റീഡു ഓൾ ദ റൈറ്റ് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ റീഡു ഓൾ ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ഫ്രം ദ ലോഗ്. ഓക്കെ, the transaction that are active and did not commit are effectively cancelled and must be resubmitted. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാരണം അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് റൈറ്റ് ചെയ്യത്തുള്ളൂ ഡിസ്കിനകത്തോട്ട് അല്ലേ? അപ്പോൾ അതിന് നമ്മളൊന്നും ചെയ്യേണ്ട, അത് ക്യാൻസൽ ചെയ്താൽ മതി. അത് നമ്മൾ റീഡുവോ അണ്ടോ ഒന്നും ചെയ്യേണ്ട, അതിന് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഒന്ന് റീസബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ. ഇപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് ട്രാൻസാക്ഷൻ 5 ട്രാൻസാക്ഷൻസ് ഉണ്ട്. T1, T2, T3, T4, T5. At a time T1, the checkpoint has occurred. The first, last checkpoint has occurred, and at T2, at time T2, the system has crashed. Okay, അപ്പോൾ ഇതൊരു ഡിഫേർഡ് അപ്ഡേറ്റ് പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് ഏതൊക്കെ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ ഡിസ്കിനകത്തോട്ട് നമ്മൾ റൈറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, so T1 successful ആയിട്ട് കമ്മിറ്റ് ചെയ്തു, so it will be written on to the disk. But T2 and T3, what about T2 and T3? T2 and T3 has started
ബട്ട് ഇറ്റ് ഹാസ് കമ്മിറ്റഡ് ആഫ്റ്റർ ദ ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ T2 T3 നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ റീഡു ചെയ്യണം നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട്. സിൻസ് T2 and T3 has committed, we have to redo it. Clear? Now the case of T4 and T5, they have started the transaction but has not committed. അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. അത് കമ്മിറ്റ് ചെയ്താൽ മാത്രമേ അത് മെമ്മറിക്കകത്ത് അതിനകത്ത് വാല്യൂ റിഫ്ലക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ T4 T5 കമ്മിറ്റ് ചെയ്താൽ മാത്രമേ അതിലെന്തൊക്കെ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടോ അതെല്ലാം മെമ്മറിക്കകത്തോട്ട് പ്രൈമറി മെമ്മറിയിൽ വരത്തുള്ളൂ. പിന്നെ നമ്മൾ ചെക്ക് പോയിൻറ്റ് വിളിക്കുമ്പോഴാണ് പ്രൈമറി മെമ്മറിയിൽ നിന്ന് നമ്മൾ ഡിസ്കിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് കമ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് പ്രൈമറി മെമ്മറിയിൽ പോലും അതിൻ്റെ ഡാറ്റ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ നമ്മളിതിനെ റീഡുവോ അണ്ടുവോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിഫേർഡ് അപ്ഡേറ്റ് പ്രോട്ടോകോൾ ആയതുകൊണ്ട് വി ക്യാൻ ഇഗ്നോർ T4 and T5. Okay, that is what you see. But when the checkpoint was taken at time T1, the transaction T1 has committed, whereas the transaction T3 and T4 had not. Okay, നമുക്കറിയാം T1 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. Before the system crash at time T2, T3 and T2 were committed but not T4 and T5. Okay, അപ്പോൾ സിസ്റ്റം ക്രാഷ് സമയത്ത് T2 ഉം T3 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ T4 T5 കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ദർ ഈസ് നോ നീഡ് ടു റീഡു ദ റൈറ്റ് ഓപ്പറേഷൻ ഓഫ് T1 നമുക്ക് റീഡു ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഓൾറെഡി അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓർ T1 ഓർ എനി ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ബിഫോർ T1 മുമ്പുള്ള ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റീഡു ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് T2 and T3 must be redone because both transaction reach their commit point after the last checkpoint. ഓക്കെ, T2 and T3 നമ്മൾ റീഡു ചെയ്യണം. T2 T3 റീഡു ചെയ്യണം ബിക്കോസ് ഈ രണ്ടെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് പോയിൻറ്റിന് ശേഷം അല്ലേ. പിന്നെ പറയുന്നത് ട്രാൻസാക്ഷൻ T4 and T5 ആർ ഇഗ്നോർഡ്. അതിന് നമ്മൾ രണ്ടിനെയും ഇഗ്നോർ ചെയ്ത് കളയണം. കാരണം അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. കമ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഡാറ്റ ഒന്നും റിഫ്ലക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിഫേർഡ് അപ്ഡേറ്റ് പ്രോട്ടോകോൾ. ഇത് ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ പ്രോട്ടോകോൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂള്. ഓക്കെ, ഇനി അടുത്ത ഇതേ സാധനം നമ്മൾ ഇമ്മീഡിയറ്റ് ഡാറ്റാബേസ് മോഡിഫിക്കേഷനിൽ എങ്ങനെയാണ് ഇതേ സംഭവം ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. ദി ഇമ്മീഡിയറ്റ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് അലൗസ് database modification to be updated to the database while the transaction is still in active state. അതായത് ആക്റ്റീവ് സ്റ്റേറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഡാറ്റാബേസിനകത്തുള്ള എല്ലാ ചേഞ്ചസ് ഓരോ ചേഞ്ചസ് എന്ത് ചെയ്യുന്നു, ചെക്ക് പോയിൻറ്റ് വിളിക്കുമ്പോഴത്തേക്ക് അത് ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഡാറ്റ മോഡിഫിക്കേഷൻ റിട്ടേൺ ബൈ ദ ആക്റ്റീവ് ട്രാൻസാക്ഷൻസ് ആർ കോൾഡ് അൺകമ്മിറ്റഡ് മോഡിഫിക്കേഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ അൺകമ്മിറ്റഡ് മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അൺകമ്മിറ്റഡ് മോഡിഫിക്കേഷൻസ്. കാരണം ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്കിനകത്തോട്ട് നമ്മൾ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഫെയിലിയർ, the system uses old value in the log record to restore the modified data item to the value that prior to the start of the transaction. അപ്പോൾ ഫെയിലിയർ വരുമ്പോഴത്തേക്കും ലോഗിൽ നോക്കിയിട്ട് പഴയ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോഗിനകത്ത് പുതിയ വാല്യൂ ഉണ്ടാവും, പഴയ വാല്യൂ ഉണ്ടാവും. അപ്പം ഇത് ഫെയിലിയർ വരുമ്പോഴത്തേക്കും എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ പഴയ വാല്യൂ വെച്ച് ലോഗിൽ നോക്കിയിട്ട് പഴയ വാല്യൂ വെച്ച് വി വിൽ റീപ്ലേസ് ഇറ്റ്. പിന്നെ ചെക്ക് പോയിൻ്റ് ഈസ് റീച്ച്ഡ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചെക്ക് പോയിൻ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണെന്നുള്ളതാണ്. when check point is reached, all transactions which are committed as well as active transactions are returned to the disk. ചെക്ക് പോയിൻ്റ് ഒക്കെ അറിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഡിഫേർഡ് ആയിരുന്നെങ്കിൽ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ്റെ മാത്രമേ നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യൂ. ഇവിടെ അങ്ങനെയല്ല, കമ്മിറ്റഡും ആക്റ്റീവും ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെ വാല്യൂസും നമ്മൾ ഡിസ്കിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിസ്റ്റം ക്രാഷ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇഫ് ദ സിസ്റ്റം ക്രാഷസ് ഇൻ ബിറ്റ്വീൻ ദ ചെക്ക് പോയിൻ്റ് ഇടയ്ക്ക് സിസ്റ്റം ക്രാഷ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ പോസിബിലിറ്റീസ്? ഓക്കെ, എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. വി വിൽ അൺഡു ഓൾ ദ
ട്രാൻസാക്ഷൻ, ഓക്കെ, ആക്റ്റീവ് അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ, നമ്മൾ അൺകമ്മിറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ അൺഡു ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മളിതിനെ ഇഗ്നോർ ചെയ്യാണ് ചെയ്തത്. അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ നമ്മൾ നേരത്തെ ഡിഫേർഡ് മോഡിഫിക്കേഷനിൽ നമ്മളിതിനെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ അൺഡു ചെയ്യും. ഓക്കെ, മറ്റേത് ഇത് പഴയ പോലെ തന്നെ റീഡു ഓൾ ദ റൈറ്റ് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ഫ്രം ദ ലോഗ് in order which they were written into the log. അപ്പോൾ ഇതെല്ലാം അങ്ങനെയുള്ള കമ്മിറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റീഡു ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ സെയിം ഫിഗർ, ദ ട്രാൻസാക്ഷൻ T1, T2, T3, T4, T5 at time T1 is the checkpoint and time T2 is the system crash. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻ്റ് വിളിക്കുന്ന സമയത്ത് ദിസ് ഈസ് ഇമീഡിയറ്റ് മോഡിഫിക്കേഷൻ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇമീഡിയറ്റ് മോഡിഫിക്കേഷൻ പ്രോട്ടോക്കോളിൽ ചെക്ക് പോയിൻ്റ് വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെയും എന്ത് സംഭവിക്കുന്നു, എല്ലാത്തിൻ്റെയും ഡാറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻ്റ് വിളിക്കുന്ന സമയത്ത് T3 ആക്റ്റീവാണ്, T1 ആക്റ്റീവാണ്, T1 കമ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ T1 കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓൾറെഡി റൈറ്റ് ചെയ്തു. T3 ആക്റ്റീവാണ്, അപ്പോൾ T3 ഇതുവരെ എഴുതിയിട്ടുള്ളതല്ല, ഇതുവരെ അപ്ഡേഷൻസ് എല്ലാം ഡാറ്റാബേസിനകത്ത് റൈറ്റ് ചെയ്യും. T4 അതുപോലെ ഇതുവരെ ഉള്ളതെല്ലാം ഡാറ്റാബേസിനകത്ത് റൈറ്റ് ചെയ്യും. ഓക്കെ, ഇനി T2 തുടങ്ങിയിട്ടേ ഇല്ല, T2 ചെക്ക് പോയിൻ്റ് സമയത്ത് തുടങ്ങിയിട്ടില്ല, അതിന് ശേഷമാണ് തുടങ്ങിയത്. ഓക്കെ, അതിന് ശേഷം കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടെണ്ണം കമ്മിറ്റ് ചെയ്തതുകൊണ്ട്, T2 T3 കമ്മിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മൾ റീഡു ചെയ്യും. നേരത്തെ പോലെ തന്നെയാണ് ആ റൂൾസ്, അതിന് ബാധകമാണ്. T2 T3 കമ്മിറ്റ് ചെയ്തതുകൊണ്ട് വി വിൽ റീഡു T2 ആൻഡ് T3. ഓക്കെ, ബട്ട് T4 ആൻഡ് T5 നമ്മൾ കമ്മിറ്റ് ചെയ്തില്ല. ആ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് എന്ത് ചെയ്തു, അത് ഫെയിൽഡായി. അപ്പോൾ T4 ആൻഡ് T5 നമ്മൾ അൺഡു ചെയ്യും. ഓക്കെ, അൺഡു ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ചേഞ്ചസ് എല്ലാം നമ്മൾ ഇതുവരെയുള്ള ചേഞ്ചസ് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ അൺഡു ചെയ്യാണ് ചെയ്യുന്നത്. സിൻസ് T2 ആൻഡ് T3 ഈസ് കമ്മിറ്റഡ്, T2 T3 കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഇതിനെ ഒന്നുകൂടെ നമ്മൾ റീഡു ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, T4 T5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആക്കിയില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള മോഡിഫിക്കേഷൻസ് മാത്രം റീഡു ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ റൂള് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമീഡിയറ്റ് മോഡിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഈ റൂള്. ഇമീഡിയറ്റ് മോഡിഫിക്കേഷൻ ആയതുകൊണ്ട് T4 T5 നമ്മൾ എന്ത് ചെയ്തു, അൺഡു ചെയ്തു. ഓക്കെ, അൺഡു ചെയ്തു. മറ്റേതായിരുന്നെങ്കിൽ ഡിഫേർഡ് ആയിരുന്നെങ്കിൽ T4 T5 നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ തിയറിയാണ് പറയുന്നത്. When the checkpoint was taken at time T1, all transactions are updated on the disk before the system crash time. So T2 T3 and at time T2 T3 and T4 were committed but not T4 and T5. അപ്പോൾ T2 സമയത്ത് ടൈം T2ൽ T2 T3 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, T4 T5 കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ, there is no need to redo the write operation of the transaction T1 നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, റീഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. The write operation of T2 and T3 must be redone. T2യുടെയും T3യുടെയും റൈറ്റ് ഓപ്പറേഷൻസ് നമ്മൾ ഒന്നുകൂടെ റീഡു ചെയ്യണം, കാരണം അത് കമ്മിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ റീഡു ചെയ്യണം. ട്രാൻസാക്ഷൻ T4 and T5 must be റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ അൺഡു ഓപ്പറേഷൻ ചെയ്യണം. സിൻസ് ദ റൈറ്റ് ഓപ്പറേഷൻ വെർ റെക്കോർഡ് ഇൻ ദ ഡാറ്റാബേസ് ഓൺ ദ ഡിസ്ക് അണ്ടർ ദ ഇമീഡിയറ്റ് അപ്ഡേറ്റ് പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് T4 T5നെ നമ്മൾ എന്ത് ചെയ്യുന്നു, T4 T5 മസ്റ്റ് ബി അൺഡൺ. ഓക്കെ, അത് അൺഡു ചെയ്യണം. കാരണം അതുവരെ റൈറ്റ് ചെയ്ത അതുവരെ റൈറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഓൾറെഡി ഡിസ്കിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ അൺഡു ചെയ്ത് പഴയ വാല്യൂയിലേക്ക് എത്തിക്കണം. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കമ്മിറ്റഡ് ആവാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നേന്ന് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് റീഡു. T2 T3 മസ്റ്റ് ബി റീഡൺ, T4 T5 മസ്റ്റ് ബി അൺഡൺ. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇമ്മീഡിയറ്റും ഡിഫേർഡും അപ്ഡേറ്റ് പ്രോട്ടോക്കോളും അതിൻ്റെ ടെക്നിക്കും പിന്നെ ചെക്ക് പോയിൻറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.